ഹേ ഗൈസ്, അവൻ വന്നു. വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പണ്ടത്തെ പണിയുമായി വീണ്ടും എത്തിയിരിക്കുന്നു. അതും നമ്മളുടെ ഓൾഡ് ഗെയിമായ ഇന്ത്യൻ ബൈക്കിംഗ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D. നമ്മളിത് കളിച്ചിട്ടാണ് ഗൈസ് ഏകദേശം 360 സംതിങ് സബ്സ്ക്രൈബ് ഉണ്ടാക്കിയത്. പക്ഷേ അതിന് ശേഷം ഈ വീഡിയോ ആർക്കും വേണ്ടാണ്ടായി. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഇതിട്ടോക്കാന്ന് വിചാരിച്ചു. എങ്ങാനും ആൾക്കാർ പണ്ടത്തെ പോലെ വന്നാലോ. ഏത് ബോയ്സ്, നമ്മൾ ഇതിലൊരു പുതിയ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊന്നും ഇട്ടിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. നമ്മളെ കണ്ടാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ നോക്കാം. അപ്പോൾ അത് തലോട് വന്നിട്ടുണ്ട് പുതിയത്. മാസ്കാണ് ഗൈസ്. ഈ മാസ്ക് ഇട്ടാലോ മറ്റേ നെല്ലിക്കം മറ്റേ പടല്ലേ, എന്താ പറയുക, പടത്തിലൊക്കെ ഇല്ലേ ഒരു പ്രേതം പോലെ സാധനം, ആ സാധനത്തിൻ്റെ മാസ്കൊക്കെ ഉണ്ട്. പിന്നെ ഡൈനോസർ, അത് ഇതിടാന്ന് വിചാരിച്ചു. പിന്നെ തോന്നി ഇതിട്ടാൽ ചിലപ്പോൾ ഡൈനോസേഴ്സ് നമ്മുടെ പണി തീർക്കുമെന്ന്. അപ്പോൾ നമുക്ക് വേറെ മാസ്ക് ഇടാം. ഏതിടും ഇപ്പോൾ? നിങ്ങൾ പറയൂ ഗൈസ്, ഞാൻ ഏതാണ് ഇടേണ്ടത്? ഇത് വേണ്ട, നമുക്ക് കാളയുടെ ഇടാം. അല്ല, കാളല്ലേ, എരുമയുടെ ഇടാം. നമ്മളും ഒരു കാളയല്ലേ. കാളയല്ല തെറ്റി, കഴുതരണമെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. അതിട്ടെങ്കിൽ നമ്മളെ കഴുതാന്ന് വിളിക്കാൻ സുഖമായില്ലേ. അപ്പോൾ നമുക്ക് നേരെ ഓടിപ്പോവാന്ന് വിചാരിച്ചു. അപ്പോൾ തോന്നി വണ്ടി വിളിക്കാം, എന്തിനാ വെറുതെ കാല് കഴിക്കണേ. നമ്മുടെ എന്നത്തെയും വണ്ടി തന്നെ, അതായത് ബൈക്ക് ഒരു 3000 അടിച്ചതിനെ വരുന്നത് നമ്മുടെ ബൈക്ക് കവാസ്കിയാണ് സാധനം. അടുത്ത് നമുക്ക് നേരെ വിടാം കേസ്. പോണ വഴിയിൽ വല്ലവരും കണ്ടതിന് നമുക്ക് അവരും കയറ്റാം. ഏത് ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പറക്കാൻ കിട്ടും. പുക ഓണാണ്ടില്ലേ, പുക ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എത്ര നാളായിന്നറിയാം പുക ഓണാൻ വേണ്ടി. നമ്മൾ ചാടി അങ്ങനെ ഒരു വലിയ കുന്ന് കടന്നിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. ഇത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയല്ലേ, നമുക്ക് ഈ ചേച്ചിനും കൊണ്ടുപോവാം. നടക്കണ്ട ചേച്ചിയെ, കയറിക്കോ. എനിക്കൊന്നും കയറണ്ടടാ നിൻ്റെ വണ്ടിയിൽ. അതെന്താ ചേച്ചി കയറിക്കോ. ഒന്ന് പോയേ മോനെ, ആൾക്കാരെന്താ വിചാരിക്കുക? കയറ് നിങ്ങൾ. ശരി, കയറാം. കയറാന്ന് പറഞ്ഞിട്ട് ഇതാ പോണം കിട്ടും. ചേച്ചി കണ്ണുണ്ടൂടെ ചേച്ചിക്ക്? കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് പോവാണ്ട. അങ്ങനെ നമുക്ക് നേരെ ഇങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല. എന്തായാലും കൂട്ടുകാരൻ്റെ അടുത്തേക്ക് നമുക്ക് തലയുടെ അല്ലെങ്കിൽ നമ്മൾ പുതിയ മാസ്കൊക്കെ വാങ്ങിയിട്ടില്ലേ, തലയല്ല മുഖത്ത് ആവട്ടെ. അപ്പോൾ അതിട്ട് നമുക്ക് കൂട്ടുകാരനൊന്ന് പ്രാങ്ക് ചെയ്യാം. പ്രാങ്ക്. അപ്പോൾ നേരെ വണ്ടിയും മലകളും എല്ലാം താണ്ടിക്കടന്ന് നമ്മൾ പോകുകയാണ് മക്കളെ. ഇതിൽ കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ, ഇതൊന്നും നമുക്കറിയില്ല. ഇവിടെ നിന്ന് നമുക്ക് ചാടി അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ നോക്കിയാലോ. ഏത് ചാടാ ഗൈസ്? ഒന്നെങ്കിൽ നമ്മൾ അപ്പുറത്തേക്ക് എത്തും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പുറത്തേക്ക് എത്തും, അല്ലെങ്കിൽ നമ്മൾ ആകാശത്തേക്ക് എത്തും. നമുക്ക് ചാടും അവനെ ദിനേശ. ചാടി. ഇപ്പം എങ്ങനെ ഇരിക്കണ്? ഇപ്പോഴല്ലേ നമ്മൾ കാളയായത്. അയ്യോ, കുതിരാണെന്ന് വെച്ചിട്ട് ചാടിയ, കുതിരനിട്ട് ചാടിയാൽ മതിയിരുന്നു. അപ്പോൾ എന്തായാലും തോറ്റിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തോറ്റപ്പം തന്നെ കണ്ടതാണ് ഗൈസ്. നമ്മളെവിടെ ബൈക്ക് എടുത്തു പോയി നമ്മളിപ്പോൾ ടയറിൻ്റെ അടിയിലായാലോ, അല്ല കാറിൻ്റെ അടിയിലായാലോ. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. പുതിയ വല്ല സാധനങ്ങളാവൂലേ. എന്താ കുറേ ടയറൊക്കെ നമ്മൾ അടിക്കാറ്, നമ്മൾ എന്തൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടിച്ചപ്പോൾ ഒന്നും വന്നില്ലല്ലേ, നമ്മളെ പറ്റിച്ചതാ. എന്താ ഡിലീറ്റ് ഒന്നും കോപ്പി ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് കളഞ്ഞു നോക്കട്ടെ. ഒന്നും പോണില്ലേ. ഇനി എന്തായാലും നമുക്ക് തോറ്റിട്ടില്ല, നമ്മൾ വീണ്ടും കളിക്കും. അത് സോംബിയുടെ കൂടെ നമ്മൾ സോംബിയുടെ പോലത്തെ ഏകദേശം ഒരു ഭൂതത്തിൻ്റെ പോലത്തെ ഒരു മാസ്ക് ഇട്ട് നമുക്ക് പോയേക്കാം. സോംബിയാണോ പേടിക്കുക, അതോ അവരുടെ കൂട്ടത്തിൽ നമ്മളാക്കുമോ എന്ന് നമുക്ക് നോക്കട്ടെ. അപ്പോൾ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും മുന്നേറുകയാണ്. ഒരു കാര്യം മറന്നില്ലേ, എൻ്റെ ചാനൽ ആദ്യമായി എൻ്റെ ചാനൽ കാണണം കേട്ടോ. എന്നാൽ മാത്രം ഈ വീഡിയോ കാണുന്നവരോടാണ്. അതിനാര് കാണാനല്ലേ, കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ എൻ്റെ ഒന്നുമില്ല പറഞ്ഞിങ്ങനെ ഓരോ സാധനങ്ങൾ വായിൽ കയറി വരിക. അപ്പോൾ സോംബീസ്
ചേട്ടാ നമ്മളത് കൂട്ടുകാരൻ എന്നെ കെട്ടിപ്പിടിക്കാൻ വരില്ലേ, എന്നെ തീർക്കാൻ വന്നാണ്. ഞാൻ വിചാരിച്ചു എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നതാണ് ഗൈസ്. ഞാൻ അവിടെ വന്നാ നമ്മളോടാ കളി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൻ്റെ കഥ തീർക്കാം. തോക്കെടുക്കാന്ന് ചോദിച്ചപ്പോൾ ഫോണാലും വന്ന് എടുത്തിട്ടുണ്ട്. വെടിവെക്കാം. ഇത് കണ്ടിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചെക്കൻ്റെ മോന്തോലുണ്ട് കേട്ടോ. പേര് പറയണില്ല. ചിലപ്പോൾ അവന് കളിയാക്കണ പോലെ തോന്നിയാലോ. ഇത് ജിമ്മനാല് ഈ സോംബീസൊക്കെ എവിടെ പോയിട്ടാവോ മസിൽക്ക് എടുക്കണതാ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? വടി കൊടുത്തടി വാങ്ങിയപ്പോൾ സമാധാനം. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമുള്ളൂ. അടുത്ത ഒരു നല്ല വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ ബൈ, ഓൾ ഓഫ് യു.